വെൽക്കം ടു സ്റ്റോറി മങ്ക്. വി.എസ്. അച്യുതാനന്ദൻ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. അദ്ദേഹം അന്തരിച്ചിട്ട് നാളേക്ക് 1 വർഷം തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചരമവാർഷിക ദിനമാണ് നാളെ. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ 1ാം ചരമവാർഷികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഒന്ന്, കേരളത്തിൽ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും 2 തെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. അതിൽ നിന്നുള്ള തിരിച്ചുവരവ് ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ആ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വലിയ തോതിൽ നിലനിൽക്കുന്നു. നിലനിൽക്കുന്ന നേതൃത്വത്തെ നിലനിർത്തിക്കൊണ്ട് തിരിച്ചുവരവ് സാധ്യമാണോ, അല്ലെങ്കിൽ അവരെ മാറ്റാതെ എങ്ങനെയാണ് ഒരു തിരിച്ചുവരവ് സാധ്യമാകുക എന്ന മട്ടിലുള്ള ചർച്ചകൾ ഉടലെടുത്തിരിക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പുറത്തിറങ്ങാനിരുന്ന ദേശാഭിമാനി പാർട്ടി മുഖപത്രം, CPM-ൻ്റെ മുഖപത്രം, അതിൻ്റെ വാരാന്ത പതിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കാൻ സാധിച്ചില്ല. അത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നുമില്ല, സാങ്കേതിക തടസ്സം മൂലമാണ് അത് പുറത്തിറങ്ങാതിരുന്നത് എന്ന് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്ററുമായ സ്വരാജ് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് VS-ൻ്റെ 1ാം ചരമവാർഷിക ദിനം കടന്നു പോകുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ കടന്നു വരുന്നത്, അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ 1ാം ചരമവാർഷിക ദിനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, 2 തുടർ തോൽവികൾ LDF-ഉം CPM-ഉം നേരിടുന്നു. അതിൽ 2ാമത്തെ തോൽവി CPM-നെ സംബന്ധിച്ച് വലിയ തോൽവിയാണ്. അവരുടെ എന്താ പറയുക, ജനപിന്തുണ ഉണ്ട് എന്ന് അവരവകാശപ്പെട്ട് വീണ്ടും മത്സരിപ്പിച്ച MLA-മാരിൽ വലിയ ചങ്ക് തോറ്റുപോകുന്നു. ഞാനപ്പോൾ കണക്ട് ചെയ്തത് നേരെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കായിരുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായതിനു ശേഷം അന്ന് മുഖ്യമന്ത്രിയായ V.S. അച്യുതാനന്ദനോട് ഈ പരാജയത്തിൻ്റെ പ്രതികരണം, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രതികരണം ആരായാൻ ചെന്നപ്പോൾ അദ്ദേഹം കൈയടിച്ച് ചിരിച്ച ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു ഈ VS-ൻ്റെ ചരമവാർഷിക ദിനമായിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം അത് ഓർക്കുന്നത് ഉചിതമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ സാഹചര്യം ഏതാണ്ട് സമാനമാണ് എന്ന് തോന്നുന്നു. ആ കയ്യടിയുടെ തുടർച്ചയിൽ 2011 ഏതാണ്ട് 2 സീറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. അവിടേക്ക് തിരിച്ചെത്താൻ LDF-ന് സാധിച്ചിരുന്നു. VS-ൻ്റെ ഒരു അസാന്നിധ്യവും അഭാവവും ഇപ്പോൾ ഉള്ള ലീഡർഷിപ്പിനെ മാറ്റിക്കൊണ്ടൊരു പുതിയ ലീഡർഷിപ്പിനെ കണ്ടെത്താനുള്ളൊരു ഒരു ശ്രമത്തെ ഏതളവിലാണ് തടയുന്നത്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഒരു VS-ൻ്റെ അസാന്നിധ്യം ആ ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടായിട്ട് തോന്നുന്നുണ്ട്. എനിക്കതിൽ ഒന്ന്, VS ഏതാണ്ട് ബെഡ് റിഡൺ ആവുന്ന കാലത്തിന് തൊട്ട് മുമ്പ് വരെ VS ആണ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഥിലീകരണകാരി എന്ന ഒരു നാരേറ്റീവാണ് CPIM-ലെ ഔപചാരിക നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത്. VS ആണ് വിഭാഗീയതയുടെ ആണിക്കല്ല്. VS ആണ് ഡിസ്കോഡ് ഉണ്ടാക്കുന്നത് സംഘടനയ്ക്കകത്ത്. സംഘടനയുടെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് മറുപക്ഷമാണ്. VS ഒരു ഒറ്റയാനാണ് എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ അവലോകനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഇലക്ട്രൽ ഹിസ്റ്ററിയിലെ CPIM-ൻ്റെ പെർഫോമൻസ് എങ്ങനെ എന്ന് പരിശോധിക്കുമ്പോൾ അത് നേരെ തിരിച്ചൊരു ചിത്രമാണ് നൽകുന്നത്. 2001 മുതൽ 2016 വരെയാണല്ലോ V.S. അച്യുതാനന്ദൻ CPIM-ൻ്റെ പാർലമെൻ്ററി വിഭാഗത്തിൻ്റെ തലവനായിരുന്നത്. പാർലമെൻ്ററി പാർട്ടി ലീഡറായി, അല്ലെങ്കിൽ പാർലമെൻ്ററി പ്രവർത്തനങ്ങൾക്ക് VS നേതൃത്വം നൽകിയത് 2001 മുതൽ 2016 വരെ ഉള്ള ഘട്ടം. ആ ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളെ എടുത്താൽ, ഇപ്പോൾ രാജീവ് ഈ പറഞ്ഞ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എനിക്കും കൃത്യമായ ഓർമ്മയുണ്ട്. പക്ഷെ അത് ആ കളിയാക്കൽ, ആ കയ്യടി തൻ്റെ നയം മാറ്റി തൻ്റെ നിലപാടിന് വിരുദ്ധമായി പിണറായി വിജയൻ അബ്ദുൽ നാസർ മദനിയുമായി ചേർന്ന് വിജയം കൈവരിക്കാം എന്ന് തീരുമാനിച്ച് പൊന്നാനിയിൽ വെച്ച് മദനിയുടെ വേദി പങ്കിട്ട് നടന്ന തെരഞ്ഞെടുപ്പാണത്. ആ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെയാണ് VS ഇങ്ങനെ കളിയാക്കി ചിരിച്ച് തള്ളിക്കളഞ്ഞത്. അതൊഴിച്ചു നിർത്തിയാൽ 2004 ഇപ്പോൾ
ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പാർലമെൻ്ററി സീറ്റ് എന്ന് പറയുന്നത് 63 സീറ്റാണ് 2004. അതിൽ 18 സീറ്റ് കേരളത്തിൽ നിന്ന് പോയതായിരുന്നു. കേരളത്തിലെ 20 സീറ്റിൽ 18 ലോക്സഭാ സീറ്റ് ഇടതുപക്ഷം നേടിയ ഇലക്ഷനായിരുന്നു. VS പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ ഏറ്റെടുത്തതിന് തൊട്ട് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്. 2006 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, 48.5% വോട്ട് ഷെയറും 98 സീറ്റുമായിരുന്നു. 98 സീറ്റ് എന്നത് അതുവരെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിലെ ഹയസ്റ്റ് ആയിരുന്നു. ഇതുവരെയുള്ള ചരിത്രത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് ആണ്. 48.5% വോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന വോട്ടാണ്. ചുരുക്കത്തിൽ VS അച്യുതാനന്ദൻ CPIMൻ്റെ പാർലമെൻ്ററി നേതൃത്വത്തിലിരുന്ന 15 വർഷമാണ് CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഏറ്റവും ഉയർന്ന ഇലക്ട്രൽ പെർഫോമൻസ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജനങ്ങളുമായി ഏറ്റവും അധികം പാർട്ടി കണക്റ്റഡ് ആയിരുന്നത് ആ ഘട്ടത്തിലാണ് എന്ന്. അതിപ്പോൾ മരണാനന്തരം PS-ൻ്റെ ചരമവാർഷികത്തിൽ അത് പുനഃസ്മരിക്കപ്പെടുകയാണ്. അതായത് VS-ൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു പോവുകയല്ല, VS ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് CPIM ചെയ്യേണ്ടത് എന്ന ഒരു മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഫലം CPM-ന് നൽകുന്നുണ്ടോ എന്ന് നാം സംശയിക്കണം. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റികളൊക്കെ നടത്തുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകളിൽ VS-ൻ്റെ പ്രസംഗങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പലതവണ ആവർത്തിച്ച് കേൾപ്പിക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ പാർട്ടി അണികൾക്കിടയിലും അങ്ങനെയൊന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. VS-ൻ്റെ ശവഘോഷയാത്ര, വിലാപയാത്ര നടന്ന ആ ആഴ്ച, ആ 48 മണിക്കൂർ ഉൾക്കൊള്ളുന്ന ആഴ്ചയിലാണ് കേരളത്തിലെ മലയാളത്തിലെ വാർത്താ ടെലിവിഷൻ ചാനലുകളുടെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് രേഖപ്പെടുത്തപ്പെട്ടത്. അതായത് ഒരു സിംഗിൾ ചാനലിന് തന്നെ 200-ന് മേലെ TRP റേറ്റിംഗ് രേഖപ്പെടുത്തപ്പെട്ട മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ 20 വർഷത്തെ ചരിത്രത്തിലെ ഹയസ്റ്റ് റീഡിംഗ് ആയിരുന്നു അത്. ഞാൻ കാണുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് VS-നോടുള്ള കണക്ഷനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പൊതുവായ വ്യാപ്തിയും ആണ് അടയാളപ്പെടുത്തപ്പെട്ടത് എന്നാണ്. അപ്പോൾ CPIM-ന് തിരിച്ചു അവരുടെ ജനങ്ങളുമായുള്ള കണക്ഷൻ തിരിച്ചു പിടിക്കാനുള്ള വഴികളിലൊന്ന് എന്ന് പറയുന്നത് VS എങ്ങനെയാണോ ഇത് ചെയ്തത് അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നതുകൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതിലേക്ക് പോകുക എന്ന് പറയുന്നത് CPIM-നെ സംബന്ധിച്ച് എത്രത്തോളം എളുപ്പമാണ്, അല്ലെങ്കിൽ പുതിയൊരു കാലത്ത് അത് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ബഷീർ ഇപ്പോൾ പറഞ്ഞല്ലോ, 2001 മുതൽ 2016 വരെയുള്ള കാലത്താണ് ഏറ്റവും അധികം പാർലമെൻ്ററി ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വലിയ നേട്ടങ്ങൾ CPM-നും LDF-നും ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാണിച്ചുകൊണ്ട്, അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചുകൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് 2001 ഇപ്പോൾ LDF-ന് നേരിട്ട പോലെയുള്ള വലിയൊരു പരാജയം സത്യം പറഞ്ഞാൽ LDF-ഉം CPM-ഉം ആദ്യമായി കേരളത്തിൽ നേരിടുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അതുപോലെ 1991 രാജീവ് ഗാന്ധിയുടെ മരണം ഒരു കാരണമായിരുന്നു എങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് നിയമസഭ പിരിച്ചുവിട്ട് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് VS അച്യുതാനന്ദൻ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സർവാധിപത്യം ആ പാർട്ടിയിലുണ്ടായിരുന്ന ഒരു കാലത്താണ്. അപ്പോൾ ഇതിലൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് 2001 മുതൽ 2016 വരെയുള്ള കാലത്ത് ഡെഫിനറ്റ്ലി CPM-നും LDF പാർലമെന്ററി ലീഡർഷിപ്പിൽ VS ഉണ്ടായിരുന്നത് ആ 3 ടേമാണ്. അതിൽ അത് വസ്തുതയാണ്. പക്ഷേ 991 മുതൽ 96 വരെയുള്ള കാലത്തും പാർലമെന്ററി ലീഡർഷിപ്പിൽ VS ഉണ്ടായിരുന്നു. പക്ഷേ 96-ൽ VS ഇലക്ഷനിൽ പരാജയപ്പെട്ടു. അതിന് വേറെ കാരണങ്ങളുണ്ട്. ഇതൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ അക്കാലത്തേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ VS അന്ന് ഉന്നയിച്ച അതേ രാഷ്ട്രീയം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലാണോ CPM-ഉം കേരളവും കേരള രാഷ്ട്രീയവും ഇക്കാലത്തുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് 2014 ഡൽഹി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതേ ആശയത്തിലേക്ക് മടങ്ങിപ്പോയതുകൊണ്ടോ, അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കിക്കൊണ്ടോ LDF-ന് തിരിച്ചു വരാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ VS-ന്റെ ആശയത്തിലേക്ക് തിരികെ പോവുക എന്നതല്ല. പാർലമെന്ററി പ്രവർത്തനത്തിൽ VS മുന്നോട്ട് വെച്ച ഒരു മാതൃകയുണ്ട്. അത് ജനകീയ പ്രശ്നങ്ങളെ വളരെ ആത്മാർത്ഥമായി തന്നെ ഏറ്റെടുക്കുക, സമഗ്രമായി അത് ഏറ്റെടുക്കുക, അതിൽ ലക്ഷ്യം കാണുന്നത് വരെ
അതല്ലെങ്കിൽ അതിൽ പരമാവധി ഏതറ്റം വരെ തൊടുക്കാൻ പറ്റും അതുവരെ മുന്നോട്ട് പോവുക എന്നതാണ് വി എസിൻ്റെ ഒരു രീതി. അതോടൊപ്പം തന്നെ ഇപ്പോൾ 2011 വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വളരെ സുദീർഘമായി വി എസിൻ്റെ ഒരു അഭിമുഖം എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗം ചേരുന്നതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത്തരം കോൺട്രവേഴ്സ്യലായ ഒരു കാര്യങ്ങളും വി എസ് പറയില്ല എന്ന് ആദ്യം തന്നെ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാതെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ വി എസിനോട് 2 ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന്, ആർ ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് വി എസ് നടത്തിയ ഒരു കേസിനെ തുടർന്ന് സുപ്രീം കോടതി ശിക്ഷിച്ച് ബാലകൃഷ്ണപിള്ള ജയിലിൽ പോയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, താങ്കളുടെ സമകാലികനായ, താങ്കളോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ 75 വയസ്സ് കഴിഞ്ഞ ഒരാൾ ജയിലിലേക്ക് പോകുമ്പോൾ വി എസിൻ്റെ മുഖത്ത് സന്തോഷമാണല്ലോ, വി എസ് ഒരു സാഡിസ്റ്റാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. വി എസ് അതിന് പറയുന്ന മറുപടി, അതെ, ഞാൻ സാഡിസ്റ്റാണ്. ആ കാര്യത്തിൽ ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ധൂർത്തടിക്കുന്നവരെ, അഴിമതി നടത്തുന്നവർ ജയിലിൽ പോകുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞ് വി എസ് പൊട്ടിച്ചിരിക്കുകയാണ്. രണ്ടാമതൊരു ചോദ്യം, വി എസ് വലിയ തോതിൽ വികസന വിരുദ്ധനാണ് എന്നൊരു ആക്ഷേപമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വി എസിൻ്റെ ആ ഉത്തരം പിൽക്കാലത്ത് പലതവണ ഞാനതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. വി എസ് അതിന് പറഞ്ഞ മറുപടിയും, കേരളം വളരെ ലോകത്ത് തന്നെ മനോഹരമായ ഭൂപ്രദേശങ്ങളിലൊന്നാണ്. എല്ലാത്തരം ജനവിഭാഗങ്ങളുമുള്ള നല്ല കാലാവസ്ഥയുള്ള നല്ല മണ്ണാണിത്. ഈ നാടിനെ നശിക്കാതെ സൂക്ഷിക്കുക എന്നതാണ് ഇവിടുത്തെ വികസനം. ഇതാണ് വി എസിൻ്റെ കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞത്, പൊതുകാര്യങ്ങളിൽ, അഴിമതി ഉൾപ്പെടെയുള്ള പൊതുകാര്യങ്ങളിലും വികസനവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിലും ഏറ്റവും അടിസ്ഥാന വർഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളൊരു കാഴ്ചപ്പാട് എന്നത് CPIM പുലർത്തുകയാണെങ്കിൽ CPIMന് ഇനിയും വി എസിൻ്റെ കാലത്തെ പോലെയുള്ള ജനപിന്തുണ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് വി എസിൻ്റെ വിലാപയാത്രയിൽ കണ്ടത് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ കൂട്ടി പറയാം. അതിൽ റൈറ്റ്. ഇവിടെയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും അദ്ദേഹം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളിലും ഇപ്പോൾ ബഷീർ പറഞ്ഞല്ലോ, ഏതറ്റം വരെ പോകാൻ കഴിയുമോ ആ അറ്റം വരെ പോവുക എന്നുള്ളത്. അത് പോകുമ്പോൾ തന്നെ പല വൈരുദ്ധ്യങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ പല ഘട്ടങ്ങളിലും കാണാം, പല സംഗതികളിലും കാണാം. ഇപ്പം എനിക്ക് ഏറ്റവും ഗംഭീരമായ ഓർമ്മയുള്ളത്, ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും നെൽവയൽ നീർത്തട സംരക്ഷണത്തെക്കുറിച്ച് വലിയ തോതിൽ സംസാരിക്കുകയും അതിനുള്ള അതിനെ അടയാളപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയും ചെയ്യുന്ന കാലത്ത് തന്നെയാണ് അദ്ദേഹം തൃശ്ശൂർ പാടം നികത്തി നിർമ്മിച്ച ഒരു ലുലു ഗ്രൂപ്പിൻ്റെ പദ്ധതിയെ വികസനത്തിൻ്റെ ചെന്താരകം വിരിഞ്ഞിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തും എല്ലാ നിലപാടുകളിലും ബന്ധത്തിൽ ആ കോൺട്രഡിക്ഷൻ അവിടെ ഉണ്ട്. വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. അതെ, അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ അത് മാത്രമല്ല, ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും ഇതേ കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ കോൺട്രഡിക്ഷൻ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാം. അത് കുറെ കൂടെ വലുതാണ്, കുറെ കൂടെ വിശാലമാണ്. ഒരു പക്ഷേ ഈ നിലപാടുകളേക്കാൾ കൂടുതൽ വെള്ളം ചേർക്കലുകളാണ് പ്രകടമായി നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഞാൻ ചോദിച്ചത്, എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, പുതിയ കാലത്തിനനുസരിച്ച് ഇപ്പോൾ ഈ അടിസ്ഥാന വർഗത്തിനോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന വികസന കാഴ്ചപ്പാടുകൾ, ഒരു എന്താ കേരളത്തിൻ്റെ രീതിക്ക് അനുസരിച്ചുള്ള വികസന കാഴ്ചപ്പാടുകൾ, ഇതിനൊക്കെ യോജിക്കുന്ന ഒരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ വി എസിൻ്റെ ആ വിലാപയാത്രയിലുള്ള ജനപങ്കാളിത്തത്തെക്കുറിച്ച് പോലും, വി എസിൻ്റെ വിലാപയാത്രയിൽ മാത്രമല്ല ആ ജനപങ്കാളിത്തം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിലും സമാനമായ വിധത്തിലുള്ള വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് 2 വിലാപയാത്രയിൽ നടന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് വന്ന ആളുകൾ മുഴുവൻ ആ നയനിലപാടുകളോട് യോജിക്കുന്ന ആളുകളാണ് എന്ന ബോധ്യമൊന്നും എനിക്കില്ല. പിന്നെ മാത്രമല്ല, മലയാളികളുടെ ഒരു സൈക്കി വെച്ചുകൊണ്ട് ഇത്തരം വിലാപയാത്രകളെ വലിയ തോതിൽ എന്താ പറയുക, ആഘോഷമാക്കുന്ന ആളുകളായിട്ട് മലയാളികൾ മാറിയിട്ടുമുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്രകടനമായിട്ടേ ഞാനതിനെ കാണുന്നുള്ളൂ. അല്ലാതെ ആളുകൾ മുഴുവനും വി എസിൻ്റെ പിന്തുണയ്ക്കാൻ, വി എസിനോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യത്തിന് വന്നവരാണെന്നോ, അതല്ലെങ്കിൽ അത് മുഴുവനും ഇടത് വോട്ടാണെന്നോ, ഇടത് സഹയാത്രികരാണെന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ
ഒരു ഇളക്കമുണ്ടാക്കുക എന്നൊരു സംഗതിയുണ്ട്. അത് വി എസിന് ശേഷം മറ്റൊരാൾക്ക് ഇടതുപക്ഷത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ സിസ്റ്റമാറ്റിക്കായിട്ട് പാർട്ടിയെ നടത്തി വിജയത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെ ഇളക്കി വിടുക എന്നൊരു കാര്യം ഇപ്പോൾ 2001 മുതൽ 16 വരെ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തെ പ്രത്യേകമായി എടുത്ത് പറയേണ്ടത് അന്നാണ് വി എസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായിരുന്നത് പാർലമെൻ്ററി പൊളിറ്റിക്സിൽ എന്നതാണ്. രാജീവ് ആലോചിച്ച് നോക്കൂ, വി എസ് അന്ന് 2001 പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോയ ആ ഒരു പോക്കിൽ അന്ന് വി എസ് കൊടുത്ത പ്രഹരത്തിൽ നിന്ന് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് യഥാർത്ഥത്തിൽ മോചനം കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിലാണ്. അത്രയ്ക്ക് 20 വർഷം നീണ്ടു നിന്നൊരു പ്രഹരമാണ് യഥാർത്ഥത്തിൽ UDF രാഷ്ട്രീയത്തിൽ വി എസ് കൊടുത്തത് എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് വലിയ തോതിലുള്ള സ്ട്രോക്കായിരുന്നു അത്. അതിന് 3 കാരണങ്ങളാണുള്ളത്. രണ്ടെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്ന്, വികസന കാര്യങ്ങളിൽ ഉള്ള ഒരു കൺസർവേറ്റീവ് നിലപാട് എന്നത്. 2, അഴിമതിക്കും പൊതുപണം യൂട്ടിലൈസ് ചെയ്യുന്നതിലുമുള്ള വലിയ ജാഗ്രത. 3-മത്തേത്, എല്ലാ തരം വർഗീയതയോടുമുള്ള ഈക്വലായ റെസിസ്റ്റൻസ്. ഈ 3 കാര്യമാണ് വി എസ് പുലർത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. ആ 3 കാര്യം CPIM അതതിൻ്റെ പാർട്ടി നിലപാടാണ്. യഥാർത്ഥത്തിൽ വിശാഖപട്ടണം കോൺഗ്രസിൻ്റെ റെസൊല്യൂഷനാണത്. ഇത്തരത്തിലുള്ള നിലപാടുകൾ എന്നുള്ളതിലേക്ക് റെസൊല്യൂഷൻ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതായത് സീതാറാം യെച്ചൂരി ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, പക്ഷേ പാർട്ടി വേറൊരു റെസൊല്യൂഷൻ കൊണ്ടുവരുന്നു, അതിൽ തിരുത്തലുകൾ വരുത്തുന്നു. ഒടുവിൽ ഇത്തരം കാര്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള പാർട്ടി പരിപാടിയാണ് ഞാനീ പറയുന്നത്. ആ പരിപാടിയിലേക്ക് തിരിച്ചു പോവുക എന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ CPIM ചെയ്യേണ്ടത്. അതിന് വലിയ റെലവൻസ് ഉണ്ട്. അത് വി എസിൻ്റെ ഒരു പ്രകടന പത്രികയല്ല, അത് CPIMൻ്റെ പ്രകടന പത്രികയാണ്. CPIMൻ്റെ യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിലേക്ക് അവർ തിരിച്ചു പോവുക എന്നതാണ് വേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷമുണ്ടായ വിലയിരുത്തലുകളിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ തീർത്തും വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്ന പ്രസ്താവനകളെ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശങ്ങളെ വേണ്ട വിധത്തിൽ തള്ളിപ്പറയാൻ, അല്ലെങ്കിൽ ഞങ്ങൾ തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് കൂടെയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാകത്തിൽ പ്രതികരിക്കാൻ നേതാക്കൾക്ക് സാധിക്കില്ല എന്ന അഭിപ്രായങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതാണൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട്. അത് നമ്മൾ ഇലക്ഷൻ റിസൾട്ട് കണ്ടാലും നമുക്കത് മനസ്സിലാവും. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന പല ജില്ലകളിലും നാമാവശേഷമായിക്കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വന്നത്. അതിനൊരു സവിശേഷമായ കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു എന്നുള്ള കാര്യം വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് ഒരു പക്ഷേ ഇത്തരമൊരു റിയാക്ഷൻ ആയിരിക്കില്ല വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ ഉണ്ടാകുന്ന. അങ്ങനെ ആയിരുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ പോലും അതങ്ങനെ ആകുമായിരുന്നില്ല വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു. ഞാൻ കുറച്ചുകൂടി അതിനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ്, ഇടതുപക്ഷത്തു നിന്നുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പിൽ വന്ന വീഴ്ചകളാണല്ലോ വലിയ തോതിൽ ചർച്ചയാവുന്നത്. യഥാർത്ഥത്തിൽ മൃദു ഹിന്ദുത്വത്തിലേക്ക് CPIM മാറി എന്ന ആക്ഷേപം ഉൾപ്പെടെയുള്ളത് കേട്ടു. അത് ഉയർത്തിക്കൊണ്ടുവന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്യാമ്പയിൻ നീക്കമായിട്ടാണ് ഞാനതിന്. അല്ലാതെ CPIM എന്ന പാർട്ടി മൃദു ഹിന്ദുത്വത്തിലേക്ക് വഴിമാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സംഘപരിവാറിന് വളമിടാൻ ശ്രമിച്ചു എന്നൊന്നും, ആ പ്രചാരണം യഥാർത്ഥത്തിൽ ഓർക്കസ്ട്രേറ്റഡ് ആയിരുന്നു. ആ പ്രചാരണം വന്നത് എവിടെ നിന്നാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അത് നേരത്തെ വന്നത് വി എസിനെതിരെയാണ്. അതായത് ഹിന്ദുത്വത്തിൻ്റെ പ്രചാരകനാണ് എന്ന ആക്ഷേപം പിണറായിക്ക് മുന്നേ, AK ബാലനും മുന്നേ ഒക്കെ വന്നത് വി എസിനെതിരെയാണ്. മലപ്പുറത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ടും പിന്നെ മുസ്ലിം ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വി എസിൻ്റെ 2 കമൻസ് വെച്ച് നേരത്തെ തുടങ്ങിയതാണ്. പക്ഷെ വി എസിനെ അക്കാലത്ത് അത് ഏശിയില്ല, ഇടതുപക്ഷത്തെയും അത് ഏശിയില്ല. അതായത് വി എസ് നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ വന്നെങ്കിലും അത് വി എസിനെ സ്പർശിച്ചില്ല, ഇടതുപക്ഷത്തെയും സ്പർശിച്ചില്ല. എന്തുകൊണ്ടാണ്? വി എസ് അക്കാര്യത്തിൽ എല്ലാവരോടും ഒരേ നിലപാടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ വി എസ് നേരിടുമ്പോൾ 2016-ലാണല്ലോ വെള്ളാപ്പള്ളി ഏറ്റവും വലിയ തോതിൽ BJPയെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയും തൻ്റെ മകൻ വഴി പുതിയ പാർട്ടി ഉണ്ടാക്കി BJPയുടെ ഘടകകക്ഷിയാക്കുകയും ഒക്കെ ചെയ്തത്. 2016 BJP ഇതുവരെ നടത്തിയ ഏറ്റവും ഉയർന്ന പെർഫോമൻസും കേരളത്തിൽ. പക്ഷേ അന്നാണ് 90 വയസ്സ് കഴിഞ്ഞ വി എസ് അന്നാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയെ നേരിടാൻ വേണ്ടി കേരളം ഉടനീളം യാത്ര ചെയ്തത്. അന്നാണ്
സംഘപരിവാറിനെതിരെയും വി എസിൻ്റെ ഏറ്റവും വോക്കലായ പ്രതികരണങ്ങളുണ്ടായത്. അപ്പോൾ ഞാൻ പറയുന്നത് വർഗീയ രാഷ്ട്രീയത്തോട് ഏതാണ്ട് ഈക്വലായ പൊസിഷനിങ് എന്നതും വികസനത്തിലും എന്നാണെന്ന് തോന്നുന്നു. ഈ RSSകാർക്കെതിരെ മറ്റേ പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണോ എന്ന ചോദ്യം അത്ര ഭയങ്കര അഗ്രസീവായിട്ട് സംഘപരിവാറിനെതിരെ വി എസ് ആഞ്ഞടിച്ച വർഷം 2016 ആയിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇതാണ്, വർഗീയത, അഴിമതി, വികസനം, ഈ കാര്യങ്ങളിൽ വി എസ് എടുത്ത ഒരു ക്രിസ്റ്റൽ ക്ലിയറായ നിലപാടുണ്ട്. ആ നിലപാടാണ് യഥാർത്ഥത്തിൽ വി എസിൻ്റെ കാലത്തെ CPIMനെയും ഇടതുപക്ഷത്തെയും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ മുഖമാക്കിയത്. അതിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വി എസിലേക്ക് തിരിച്ചു പോവുക എന്ന അത്തരമൊരു ഈഗോ പുലർത്തേണ്ടതില്ല ആളുകൾ. കാരണം വി എസിനെ പുറന്തള്ളാൻ കുറച്ചു കാലത്ത് വി എസിനെ പുറന്തള്ളാൻ തന്നെ ശ്രമിച്ചിരുന്നു. ആലപ്പുഴ സമ്മേളനത്തിൽ വി എസിനെ ഏറെക്കുറെ പുറത്താക്കാൻ തന്നെയായിരുന്നു തീരുമാനം. വി എസ് മനമെടുത്ത് ഇറങ്ങിപ്പോരുകയും പുതിയ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് കുറച്ച് സമയം ആലോചിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആലപ്പുഴ പാർട്ടി വിരുദ്ധ മനോനിലയിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു. അത് ഓർക്കസ്ട്രേറ്റഡ് ആയിരുന്നു. യഥാർത്ഥത്തിൽ വി എസ് പോളിറ്റ് ബ്യൂറോയ്ക്ക് എഴുതിയ ഒരു കത്ത് ഔദ്യോഗിക പക്ഷത്ത് നിന്ന് മലയാള മനോരമയ്ക്ക് ചോർത്തിക്കൊടുക്കുകയും അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് കൊടുത്ത കത്ത് ചോർത്തിക്കൊടുക്കുകയും ആ കത്തിനെ മുൻനിർത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വി എസ് പാർട്ടി വിരുദ്ധ മനോനിലയിലേക്ക് തരം താണിരിക്കുന്നു എന്ന് പരസ്യമായ വിമർശനം ഉന്നയിക്കുകയും ഒരു പൊതു ശാസന എന്ന് വായിച്ചെടുക്കാവുന്ന വിധത്തിൽ സമ്മേളന നടത്തിപ്പിനിടയിൽ വി എസിനെ വിമർശിച്ചു എന്നതായിരുന്നു. ഇത് തിരുത്തണം എന്ന വി എസിന്റെ ആവശ്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് തിരുത്തണം. സമ്മേളനത്തിനിടയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി വിരുദ്ധ മനോനിലയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു എന്ന് മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞു. ഏതാണ്ട് ഒരു അത് ജനറൽ സെക്രട്ടറി തിരുത്തണം എന്നതായിരുന്നു വി എസിന്റെ സമ്മേളനത്തിന്റെ ആവശ്യം. അത് നിരാകരിക്കപ്പെട്ടപ്പോൾ വി എസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പുന്നപ്രയിൽ തൻ്റെ വീട്ടിലിരുന്നു. ആ ഇരിപ്പിൽ വി എസ് പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിച്ചു എന്ന് വി എസുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പുറന്തള്ളപ്പെടാൻ യോഗ്യനാണ് വി എസ് എന്ന അവസ്ഥ ആയിരുന്നു ഒരു ഘട്ടത്തിൽ CPIMന്. അതുകൊണ്ട് ഇത് ഒരു വി എസിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നതിനെ കണക്കാക്കേണ്ടതില്ല. CPIMൻ്റെ വളരെ ഓർഗാനിക്കായ ഒറിജിനലായ നിലപാടിലേക്ക് CPIM തിരിച്ചു പോവുക എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലും ഈ ഒരു കാലത്ത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം പുതിയ കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെടുക, പുതിയ തലമുറയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുക, ഇതൊക്കെ ഓർഗാനിക്കായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഇപ്പം നമ്മൾ ഈ സംസാരിച്ചതിലുണ്ടായ ഈ ഒരു ഏറ്റവും അവസാനം പറഞ്ഞ പാർട്ടി വിരുദ്ധ മനോനിലയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു എന്ന് പരസ്യമായി പറയുന്ന മട്ടിലൊക്കെയുള്ള രീതിയിലേക്ക് എത്തിയ ഒരു വൈരമുണ്ടല്ലോ. ഈ വൈരത്തിൻ്റെ ബാക്കിയായിരിക്കുമോ ഇപ്പോൾ ഈ വരാന്ത പതിപ്പിൻ്റെ പേരിലുണ്ടായ ഒരു ആശയക്കുഴപ്പം? ഞാൻ അതിനൊരു ആശയക്കുഴപ്പമായിട്ടാണ് കാണുന്നത്. ഞാനും ബഷീറും ഒക്കെ പത്രത്തിൽ പല കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കണ്ടൻറ്റ് പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. എല്ലാവരും അറിഞ്ഞുകൊള്ളണം എന്ന് നിർബന്ധമില്ല. ഒരു ഫീച്ചർ ആണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ അതിൽ പല രീതിയിലുള്ള കണ്ടൻറ്റ് വരാം. അത് ചിലപ്പോൾ ഒരു തയ്യാറാക്കുന്നവരോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ആളുകളോ ഇത് വലിയ അപകടത്തിലേക്കൊക്കെ പോകാനിടയുണ്ട്, അല്ലെങ്കിൽ വേറെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകാനുണ്ട് എന്ന് നമുക്ക് തോന്നലൊന്നും ചിലപ്പോൾ അത് തയ്യാറാക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വി എസിൻ്റെ വലിയ ഫീച്ചർ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ കള്ളൻ വിജയൻ എന്ന പേരിട്ട ഒരു മാറ്ററോടെ വന്നു കഴിഞ്ഞാൽ ഇത് പിൽക്കാലം അല്ലെങ്കിൽ ഇത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കോൺട്രവേഴ്സി ആവും എന്ന തോന്നലൊന്നും ഇല്ലാതെ പോയത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈരത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടല്ലോ. സാങ്കേതിക കാരണം എന്ന് സ്വരാജ് വിശദീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്ന്. ഈ സാങ്കേതികത എന്ന് പറഞ്ഞത് ഇതാണ്, ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ലെങ്കിൽ അധിക മെറ്റീരിയൽ വന്നു എന്നതായിരിക്കണം. ഈ പറഞ്ഞ വി എസുമായി അതിന് ബന്ധമില്ല എന്നാണ് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട ആളുകൾ ചില സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പം വി എസിൻ്റെ ഓർമ്മക്കുറിപ്പുമായി അതിന് ബന്ധമൊന്നുമില്ല. KV സുധാകരൻ, വി എസിൻ്റെ ജീവചരിത്രം എഴുതിയ KV സുധാകരനാണ് ഈ ഓർമ്മക്കുറിപ്പ് വി എസിനെ അനുസ്മരിച്ചുകൊണ്ട് കേൾക്കുന്നില്ലേ ഈ കടലിരമ്പം എന്ന ലേഖനം എഴുതിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സുധാകരൻ യഥാർത്ഥത്തിൽ പാർട്ടി ചരിത്രകാരനാണ്. വി എസിൻ്റെ പാർട്ടി ചരിത്രകാരനാണ് സുധാകരൻ. വി എസിൻ്റെ ജീവിതത്തിലെ പാർട്ടിക്ക് ഹിതകരമല്ലാത്ത ഒന്നും, പുറത്തേക്ക് പറയണമെന്ന് പാർട്ടി ഉദ്ദേശിക്കാത്ത ഒന്നും സുധാകരൻ്റെ ഒറിജിനൽ വി എസിൻ്റെ ജീവചരിത്രത്തിലില്ല.
ഇപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി, കേന്ദ്ര നേതൃത്വം സുധാകരൻ്റെ പുസ്തകം ഇംഗ്ലീഷിലേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുധാകരൻ എന്തെങ്കിലും VS അനുകൂലമായ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പാർട്ടി വിരുദ്ധമായ എന്തെങ്കിലും ഒന്ന് VS അനുസ്മരണത്തിൻ്റെ പേരിൽ ദേശാഭിമാനിയിൽ ഒളിച്ചു കടത്തുമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റതുണ്ട് അവിടെ, കള്ളൻ വിജയൻ എന്നത്. അത് പിണറായി വിജയനുമായൊരു ബന്ധവുമില്ല. ഇപ്പോൾ മുഹമ്മദ് എന്ന് പറയുമ്പം കൈവെട്ടണം എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് തോന്നുന്നത് പോലെ വിജയൻ എന്ന് കേൾക്കുമ്പം അരിശപ്പെടണമെന്ന് CPM-കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാണ്. പക്ഷേ അതൊന്നുമായി ഇതിന് ബന്ധമില്ല. ഞാനതിനെ അതിൻ്റെ ഔപചാരിക വിശദീകരണം വിശ്വസിക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല, ഈ ഒരു പ്രോബ്ലവും ഒരുപക്ഷെ അവരെ ആ ചിന്തയിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. കാരണം വെച്ചാൽ ഇതിങ്ങനെ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള വ്യാഖ്യാനങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളുണ്ട്, ഇതിലൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. ആ വ്യാഖ്യാനങ്ങൾക്ക് പിന്നീട് പിൽക്കാലത്ത് മറുപടി പറയേണ്ടി വരിക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒരുപക്ഷെ ഇത് സ്വാഭാവികമായൊരു സംഗതിയാണ്. ഞാനതിലും വലിയ അസ്വാഭാവികത കാണുന്നില്ല. അതാണെങ്കിൽ പോലും ദേശാഭിമാനിയുടെ ഈ പത്രാധിപ സമിതിയോ അതിന് നേതൃത്വം നൽകുന്നവരോ ചെയ്യുന്നത് അത്ര മോശം കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എനിക്കിത് ഒഴിവാക്കി കളയുക എന്നുള്ളതാണ്. എനിക്കിതിലുള്ള ഒരു കൗതുകം, ഞാൻ ഏതാണ്ട് ഒരു 10-12 വർഷത്തോളം VS എന്ന രാഷ്ട്രീയ പ്രതിഭാസത്തെ പിന്തുടരുക എന്നതായിരുന്നു എൻ്റെ ജോലി തന്നെ. ജോലി എന്ന നിലയ്ക്ക് തന്നെ ഞാൻ അസൈൻ ചെയ്യപ്പെട്ടത് അതിനാണ്. അപ്പോൾ VS-ന് മരണാനന്തരം ഒരു രാഷ്ട്രീയ വിടുതൽ കിട്ടുന്നുണ്ടോ എന്നൊരു സന്തോഷം എനിക്ക് യഥാർത്ഥത്തിലുണ്ട്. അതായത് പാർട്ടിയുടെ ബദ്ധശത്രുവായ, പാർട്ടിയെ തകർത്തില്ലാതാക്കിയ ഒരു പാർട്ടി വിരുദ്ധൻ എന്ന നിലയിൽ നിന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുടെയും CPIM-ൻ്റെയും മനസ്സിൽ VS എന്നത് ചുമരിൽ ചൂക്കാവുന്ന ഒരു നല്ല ചിത്രമായും അവർക്ക് വാർഷികം ആചരിക്കാവുന്ന ഒരു നല്ല ഓർമ്മയായും ഒരുപക്ഷെ തിരിച്ചു പോകാവുന്ന ഒരു രാഷ്ട്രീയ മാതൃകയായും ഒക്കെ VS പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു മരണാനന്തരം എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അത് ശരിയാണ്. അതിലൊരു വൈരുദ്ധ്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അല്ലെങ്കിൽ വൈരുദ്ധ്യം എന്ന് പറയേണ്ടതില്ല. മുൻകാലത്ത് പാലക്കാട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു, അന്നത്തെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം ഒരുപക്ഷെ ബഷീറിന് ഓർമ്മയുണ്ടാവും. VS ഈ പാർട്ടിയുടെ സ്വത്തല്ലേ എന്ന് ചോദിക്കുന്നൊരു പ്രസംഗമുണ്ട്. നമ്മളൊക്കെ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് പലതവണ ഉപയോഗിച്ച ബൈറ്റാണത്. VS ഈ പാർട്ടിയുടെ സ്വത്തല്ലേ, നിങ്ങൾക്കത് മനസ്സിലാകാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പിൽക്കാല പ്രാബല്യം ആ പ്രസംഗത്തിന് ഇപ്പോൾ കൈവരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നിലയ്ക്ക് VS ഇപ്പോൾ പാർട്ടിക്കുള്ളിലും അന്ന് ഒരുപക്ഷെ VS-നെ ഔദ്യോഗിക പക്ഷത്തു നിന്ന് എതിർത്തിരുന്നവരുടെ ഭാഗത്തു നിന്നും ഒക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്ക്. അത് പാർട്ടിയുമായി ഔപചാരികമായി ബന്ധം പിരിയാത്ത എല്ലാ നേതാക്കൾക്കും ഇത് ബാധകമാണ്. അവർ ഒരിക്കലും പാർട്ടി അവരെ തള്ളിപ്പറയാനോ അവരെ വേർതിരിച്ച് മാറ്റി നിർത്താനോ ഓർമ്മകളെ മാറ്റി നിർത്താനോ ഒന്നും ശ്രമിക്കില്ല. VS-ൻ്റെ കാര്യത്തിലും അതങ്ങനെ തന്നെ. പക്ഷേ ഈ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് പരാജയം VS-നെ കുറച്ചുകൂടി രാഷ്ട്രീയമായി പ്രസക്തനാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റൈറ്റ്. എന്തായാലും VS-ൻ്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ പല കാരണങ്ങൾ കൊണ്ട് VS എന്ന രാഷ്ട്രീയ നേതാവ്, പൊതുപ്രവർത്തകൻ, കേരളത്തിന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, കേരളീയ സമൂഹത്തിന് ഒക്കെ നൽകിയ സംഭാവനകൾക്കൊപ്പം മറ്റു പല സവിശേഷ കാരണങ്ങളാലും ഈ 1-ാം ചരമവാർഷിക ദിനത്തിൽ സ്മരിക്കപ്പെടുന്നുണ്ട്. ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.